ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 108. അപ്പോൾ അടുത്ത ബാബ് അഷ്ഷഫാ, ബാബു ഷഫാ. ഇതിൽ കിതാബ് തൗഹീദിലുള്ള ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി ഷറഹ് പറയണം. ബാബു ഷഫാഅത്തി. ഖാല ഷെയ്ഖുൽ ഇമാം റഹിമഹുല്ലാ, ഷെയ്ഖ് അൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പറഞ്ഞു, ബാബു ഷഫാഅത്തിൻ്റെ ബാബ്. അഷ്ഷഫാഅത്തു മഅനാഹ, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല വിശദീകരിക്കുകയാണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അത്തവസ്സുതു ഫി ഖദാഇ ഹാജത്തിൽ മുഹ്താജി ലദാ മൻ ഹിയ ഇൻദഹു. അത്തവസ്സുതു മധ്യവർത്തിയാവലാണ്, ഇടനിലക്കാരനാവലാണ്. ഫി ഖദാഇ ഹാജത്തിൽ മുഹ്താജി, ആവശ്യക്കാരൻ്റെ ആവശ്യം പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ. ലദാ മൻ ഹിയ ഇൻദഹു, ആരടുത്താണോ അതുള്ളത് അത് അവൻ്റെ അടുത്ത്, അവൻ്റെ മുമ്പിൽ. ആരുടെ കയ്യിൽ നിന്നാണോ ആവശ്യം സാധിക്കാനുള്ളത് അയാളുടെ മുമ്പിൽ ആവശ്യക്കാരൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇടനിലക്കാരനായി വർത്തിക്കുക. അതാണ് ഷഫാഅത്ത്. ഇടനിലക്കാരനായി വർത്തിക്കൽ, അതാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. സുമ്യത്ത് ബിദാലിക, അങ്ങനെ അതിന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ലിഅന്ന ത്വാലിബൽ ഹാജത്തി കാന മുൻഫരിദൻ ഫിൽ അവലി. അതെന്താണ് ഷഫാഅത്ത് എന്ന് പേര് വരാൻ കാരണം? ഈ ഹാജത്ത്, ആവശ്യം തേടുന്നവൻ ആദ്യം ഒറ്റക്കായിരുന്നു. സുമ്മ ലമ്മൻ ഇൻദമ്മ ഇലൈഹി ഷാഫിയ സ്വാറ ഷഫ്അൻ. പിന്നെ അയാൾക്ക് ഈ ആവശ്യം നേടിക്കിട്ടാൻ വേണ്ടിയിട്ടൊരു ഷാഫിയ, രണ്ടാമതൊരാളെ കൂടി ചേർത്തല്ലോ. അപ്പോൾ എന്തായി? രണ്ടായി, ഇരട്ടയായി. ആദ്യം മുൻഫരിദായിരുന്നു, ഈ ആവശ്യക്കാരൻ മാത്രമായിരുന്നു. പിന്നെ ഈ ആവശ്യക്കാരൻ്റെ ആവശ്യം നേടാൻ വേണ്ടിയിട്ട് ഒരാൾ ഇടനിലക്കാരൻ വരുന്നു. അപ്പോൾ എന്തായി? ഇരട്ടയായി. അതുകൊണ്ടാണ് ഷാഫി എന്ന് പേര്. ലിഅന്ന ഷഫാ വിദ്ദുൽ വിത്ർ, വിത്റിൻ്റെ അതായത് ഒറ്റയുടെ ഓപ്പോസിറ്റാണ് ഇരട്ട എന്നത്. ഫലമാക്കാന ത്വാലിബുൽ ഹാജത്തി മുൻഫരിദൻ. അപ്പോൾ ആദ്യം ഹാജത്ത് തേടുന്നവൻ ഒറ്റക്കായിരുന്നു. സുമ്മ മുദമ്മ ഇലൈഹിൽ വാസിത്തത്തു, പിന്നെ ഇടനിലക്കാരൻ അതിലേക്ക് കൂട്ടിച്ചേർത്തു. ഷഫഅഹു ഫി ത്വലബി, തേട്ടത്തിൽ അയാൾക്ക് വേണ്ടി ഇയാൾ ശുപാർശ ചെയ്തു. വരിദാലിക സുമ്മിയ ഷാഫിയൻ, അതുകൊണ്ടാണ് ഇയാളെ ഷാഫിഅ എന്ന് പറയുന്നത്. ശുപാർശകനെ ഷാഫിഅ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരാൾ എന്നർത്ഥത്തിൽ. അപ്പോൾ സുമ്മിയ ഹാദൽ അമലു ഷഫാഅത്തൻ, ഈ പ്രവൃത്തിയെ ഷഫാഅത്ത് എന്ന് പറയും. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ യശ്ഫഅ ഷഫാഅത്തൻ ഹസനതൻ യകുൽ ലഹു നസീബുൻ മിൻഹാ വമൻ യശ്ഫഅ ഷഫാഅത്തൻ സയ്യിഅത്തൻ യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ. മൻ യശ്ഫഅ ഷഫാഅത്തൻ ഹസനതൻ, ആരൊരുത്തൻ ഒരു നല്ല ശുപാർശ, നല്ല റെക്കമെൻഡേഷൻ ചെയ്യുന്നുവോ, യകുൽ ലഹു നസീബുൻ മിൻഹാ, അതിൽ അവനൊരു ഓഹരി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അവന് പ്രതിഫലം കിട്ടുന്നർത്ഥം. ഒരാൾക്ക് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുക. ഇപ്പോൾ നേതാക്കളുടെ അടുത്ത്, ഭരണാധികാരികളുടെ അടുത്തൊക്കെ റെക്കമെൻഡ് ചെയ്യുക. അങ്ങനെ വമൻ യശ്ഫഅ ഷഫാഅത്തൻ സയ്യിഅത്തൻ, ഇനി ഒരാൾ തിന്മയായ ഷഫാഅത്ത് ആരൊരുത്തൻ ചെയ്യുന്നുവോ, യകുൽ ലഹു കിഫ്ലുൻ മിൻഹാ, അവന് അതിലൊരു ഓഹരി ഉണ്ടാകും. അതായത് വേണ്ടാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു അനധികൃതമായിട്ടൊരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഭരണാധികാരികളുടെ അടുത്തോ മറ്റോ ഒക്കെ, അല്ലെങ്കിൽ ജഡ്ജിൻ്റെ അടുത്ത് ഒക്കെ ഷഫാഅത്ത് ചെയ്യുക. അപ്പോൾ അത് എന്താണ്? അതിലൊരു ഓഹരി ഉണ്ടാകും. പറഞ്ഞാൽ തിന്മയാണ്, അത് കുറ്റം ഉണ്ടാവും എന്നർത്ഥം. ഫല്ലദി യശ്ഫഉ ഇൻദ സലാത്തീനി, അപ്പോൾ സുൽത്താൻമാരുടെ, ഭരണാധികാരികളുടെ അടുത്ത് ഷഫാഅത്ത് ശുപാർശ ചെയ്യുന്നവൻ, റെക്കമെൻഡ് ചെയ്യുന്നവൻ, ഔ ഇൻദൽ അഗ്നിയ, അല്ലെങ്കിൽ ധനാഢ്യരുടെ അടുത്ത്, ഔ ഇൻദ ഗൈരിഹിം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത്, അവരല്ലാത്ത മറ്റുള്ളവരുടെ അടുത്ത്, ഖളാഇ ഹാജത്തിൽ മുഹ്താജീൻ, ആവശ്യക്കാരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, യുഅ്തബറു അമലുഹു ഷഫാഅത്തൻ ത്വയ്യിബത്തൻ, അയാളുടെ കർമ്മം, ആ കർമ്മം ഷഫാഅത്ത് ത്വയ്യിബത്ത്, നല്ല ശുപാർശയായിട്ട് പരിഗണിക്കപ്പെടും. യുബ്ജറു അലൈഹ, അതിന് പ്രതിഫലം നൽകപ്പെടും. അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് പ്രതിഫലമുണ്ട്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശ്ഫഉ തുജറു, നിങ്ങൾ ഷഫാഅത്ത് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ പ്രതിഫലം നൽകപ്പെടും. വയഖ്ളി അല്ലാഹു അലാ ലിസാനി റസൂലിഹി മാഷാ, അള്ളാഹു അവൻ്റെ റസൂലിൻ്റെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അവൻ ഉദ്ദേശിച്ചത് വിധിക്കും എന്ന് പറഞ്ഞാൽ, മറ്റു ചില സഹാബികൾക്ക് വേണ്ടിയിട്ട് ഗനീമത്തിൻ്റെ മുതലിൽ നിന്ന് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബിയുടെ അടുത്ത് ശുപാർശ ചെയ്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരാകരിച്ചില്ല. പക്ഷേ നബി പറഞ്ഞത്, നിങ്ങൾ ശുപാർശ ചെയ്തോളി, അത് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടും. പക്ഷേ ഇതിലെ നതീജത്ത് എന്താണ്? അത് അള്ളാഹുവിൻ്റെ ഖലാ പ്രകാരമായിരിക്കും. അവർക്ക് നൽകപ്പെടുമോ ഇല്ല എന്നുള്ളത്
അള്ളാഹുവിൻ്റെ വഹി പ്രകാരമായിരിക്കും നബി നൽകുന്നതൊക്കെ, നബിൻ്റെ തീരുമാനമൊക്കെ. അപ്പം എന്നാലും ഷഫായത്ത് ചെയ്തതിനുള്ള കൂലി കിട്ടും. ഒരാളെ സഹായിക്കാൻ വേണ്ടിയാണ് ഷഫായത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കൂലി ഷഫായത്ത് ചെയ്ത ആൾക്ക് കൂലി കിട്ടും. റിസൾട്ട് എന്താണെങ്കിലും അമ്മ ഇതാ കാനത്തി ഷഫായത്ത് ഫി അംരിൻ മുഹറമിൻ, ഇനി നിരോധിക്കപ്പെട്ട നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യത്തിലാണ് ഷഫാഅത്ത് എങ്കിലോ ഫഹാദിഹി ഷഫാഅത്തുൻ സയ്യിഅ, ഇത് ചീത്തയായ ഷഫാഅത്താണ്. കല്ലദി യശ്ഫഉ ഇൻദ സുൽത്താനി ഫി തഅ്തീലിൽ ഹുദൂദ്, അതായത് ഇപ്പോൾ ഒരു ഹദ്ദ് നിശ്ചയിച്ചു, ഒരു ഹദ്ദ് കോടതി വിധിച്ചു ശിക്ഷ, എന്നിട്ട് ആ സുൽത്താൻ്റെ അല്ലെങ്കിൽ ഖാദിയുടെ അടുത്ത് ഷഫാഅത്ത് ചെയ്യാം ആ ശിക്ഷ ഇല്ലാതാക്കാൻ വേണ്ടി, അത് പറ്റില്ല. ഇതാ വുജിബൽ ഹദ്ദു അലാ ഷഖ്സിൻ, ഒരു വ്യക്തിയുടെ മേൽ ഹദ്ദ് നിർബന്ധമാക്കപ്പെട്ടാൽ ഷഫാ ഇൻദഹു ലിയസ്ഖുത്തൽ ഹദ്ദു അൻഹു, അയാൾക്ക് ആ ഹദ്ദ് ഒഴിവായി കിട്ടാൻ വേണ്ടി ശുപാർശ ചെയ്യുക എന്നത് ഫഹാദിഹി ഷഫാഅത്തുൻ സയ്യിഅ, ഇത് ചീത്തയായ ഷഫാഅത്താണ്. വലിഹാദാ ഇക്കാലത്ത് അല്ലമ്മ തഖററൽ ഹദ്ദു അല ഇംറഅത്തിൻ മിൻ ബനി മഖ്സൂം ഫി അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബനു മഖ്സൂം ഗോത്രത്തിലെ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ ഹദ്ദ് കൺഫേംഡ് ആയപ്പോൾ, അതായത് ശിക്ഷ തീരുമാനിക്കപ്പെട്ടു വിധിക്കപ്പെട്ടപ്പോൾ കാനത്ത് തസ്തഗീറുൽ മതാ വതജ്ഹദുഹു, ആ സ്ത്രീ എന്താ ചെയ്തിരുന്നത്, ആ സ്ത്രീ ചില സാധനങ്ങൾ ചരക്കുകൾ വാങ്ങും, ബോറയും, അതായത് റെൻറ്റ് കടം വാങ്ങും, എന്നിട്ട് വതജ്ഹദു ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് നിഷേധിക്കും, അതായത് മോഷണം തന്നെ. ഷക്കാല അഹ്ലിഹ വദവിഹ ഖത്അ യദിഹ, അപ്പോൾ അവളെ കൈമുറിക്കുക എന്നുള്ളത് അവളുടെ കുടുംബക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒരു പ്രയാസമായി മാറി. ഫതറാജഉ ലിമൻ ബിമൻ യശ്ഫഉ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവർ കൂടിയാലോചിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ സ്ത്രീയുടെ കൈ മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് എന്ത് ചെയ്യാൻ പറ്റും, ആര് ശുപാർശ ചെയ്യുന്നുള്ളത് ഒരു കൂടിയാലോചന നടന്നു. ഫതഖററ റഈഹും അൻ യത്ലുബു മിൻ ഉസാമത ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, അപ്പോൾ അവരുടെ അഭിപ്രായം അവസാനം അംഗീകരിച്ച എന്താണ് ആ തീരുമാനമായത്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തേടാൻ, എന്ത് ഷഫാഅത്ത് തേടാൻ, നബിയോട് ഷഫാഅത്ത് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാൻ. ഹിബ്ബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബ്നി ഹിബ്ബിഹി, അതായത് ഹിബ്ബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബ്നി ഹിബ്ബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് സ്നേഹപാത്രമായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അദ്ദേഹം ഹിബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപാത്രം എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ശുപാർശ ചെയ്യാൻ പറയാമെന്ന്. ലിയശ്ഫഅ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ശുപാർശ ചെയ്യാൻ. ഫി തർക്കി ഖത്ഇ യദി ഹാദിഹിൽ മറ, ഈ സ്ത്രീയുടെ കൈ മുറിക്കുന്ന വിഷയം ഉപേക്ഷിക്കാൻ. ഫകല്ലമ ഉസാമത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദാലിക്, അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറഞ്ഞത് പ്രകാരം എന്ത് ചെയ്തു, ആ ഗോത്രക്കാർ പറഞ്ഞത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഈ വിഷയം സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദബൻ ശദീദ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് ശക്തമായിട്ടുള്ള ദേഷ്യപ്പെട്ടു. വതഗയ്യള അലാ ഉസാമത റളിയല്ലാഹു അൻഹു വഖാല ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് എന്ത് പറഞ്ഞു, അത്തശ്ഫഅ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളിൽ നിന്നുള്ള ഒരു ഹദ്ദിൻ്റെ വിഷയത്തിൽ നീ എന്നോട് ശുപാർശ ചെയ്യും. വായ്മുല്ലാഹ് ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും ഞാൻ അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. വഖാല, എന്നിട്ട് നബി പറഞ്ഞു, ഇതാ ബലഗത്തിൽ ഹുദൂദു അസ്സുൽത്താന, സുൽത്താൻ്റെ അടുത്ത് ഹദ്ദിൻ്റെ വിഷയം എത്തിക്കഴിഞ്ഞാൽ ഫലഅന അല്ലാഹു ഷാഫിഅ വൽ മുഷഫിഅ, മുഷഫഅ, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, ശുപാർശ ചെയ്യുന്നവനെയും ശുപാർശ ചെയ്യപ്പെട്ടവനെയും ശപിച്ചിരിക്കുന്നു. ഹദ്ദ് വരുന്നതിന് മുമ്പാണ് ശുപാർശ, അത് കഴിഞ്ഞാൽ പിന്നെ ജഡ്ജിൻ്റെ അടുത്ത് ശുപാർശയൊന്നുമില്ല, സുൽത്താൻ്റെ അടുത്ത് ശുപാർശയൊന്നും ഇല്ല എന്നതാണ്. വൽ ഹാസുലു, അപ്പോൾ അതൊരു ചുരുക്കം, അന്ന ഹാദാ തഅരീഫു ഷഫാഅ, ഇത് ഷഫാഅത്തിൻ്റെ നിർവചനമാണ്. വൻഖിസാമുഹ ഇലാ ഷഫാഅത്തിൻ ഹസനത്തിൻ വ ഷഫാഅത്തിൻ സയ്യ, അതിനെ നന്മയുടെ ഷഫാഅത്ത് എന്നും തിന്മയുടെ ഷഫാഅത്ത് എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഹാദാ ഫീമാ ബൈനൻ നാസ്, ഇത് ജനങ്ങൾക്കിടയിലുള്ള വിഷയമാണ്, ജനങ്ങൾക്കിടയിലുള്ള ഷഫാഅത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. വൽ മുറാദുഹുന, എന്നാൽ ഇവിടെ ഈ അധ്യായത്തിലെ ഷഫാഅത്ത് എന്ന് പറയുന്നത് അഷ്ഷഫാഅത്തു ഇൻദല്ലാഹി തആല, അല്ലാഹു തആലാൻ്റെ അടുത്ത് നടത്തുന്ന ഷഫാഅത്തിനെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ ഷഫാഅത്ത് എന്താണെന്ന് മനസ്സിലായി. ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്ന ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ള ശുപാർശയാണ്, അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാം. വ മുറാദുൽ മുസന്നിഫി റഹിമഹുല്ലാഹ് മിൻ ഹാദൽ ബാബ്,
ഈ അധ്യായത്തിൽ മുസന്നിഫ് ഗ്രന്ഥകാരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ ഉദ്ദേശ്യം അന്നഹു ലമ്മാ കാന അൽ മുശ്രികൂന ഖദീമൻ വഹദീസൻ യഅബുദൂന മിൻ ദൂനില്ലാഹി അൽ അസ്നാമ വൽ അസ്ജാറ വൽ അഹ്ജാറ വൽ ഖുബൂറ വൽ അദ്ഹിയത വൽ ഔലിയ വസ്സാലിഹീന വൽ മലായികത വൽ അംബിയ. അപ്പോൾ മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികൾ പണ്ടും ഇപ്പോഴും ആധുനിക കാലത്തും ഒക്കെ അള്ളാഹുവിനെ കൂടാതെ ബിംബങ്ങളെ, ഷജറുകളെ, മരങ്ങളെ, അഹദറുകളെ, കല്ലുകളെ, ഖബറുകളെ, ദർഗകളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, മലക്കുകളെ, അമ്പിയാക്കളെ ഒക്കെ ഇബാദത്ത് ചെയ്യുന്നു. ഫൈദ അങ്കർന അലിഹിം ദാലിക ഖാലു, അത് അവരെ നമ്മൾ നിരാകരിച്ച് പറഞ്ഞാൽ അത് പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അവർ ഹാ ഉലാ ഇശ്ഫഅഉന ഇൻദല്ലാഹ്, ഞങ്ങൾ ഇവർ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ശുപാർശകരാണ് എന്ന നിലക്കാണ് ചെയ്യുന്നത് എന്ന്. നഹ്നു നഅലമു അന്നഹും മഖ്ലൂഖൂൻ, ഞങ്ങൾക്കറിയാം ഇവരൊക്കെ പടപ്പുകളാണ്. മുഹീദ്ദീൻ ഷെയ്ഖാകട്ടെ, നബിയാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ആരാവട്ടെ, അവരൊക്കെ മഹ്ലൂക്കുകളാണ്, പടപ്പുകളാണ്, ഞങ്ങൾക്കറിയാം. അപ്പോൾ അന്നൽ അമ്രബിയതിൽ അള്ളാഹുവിൻ്റെ കൈക്ക് മാത്രമേ കാര്യം നടക്കും ഞങ്ങൾക്കറിയാം. വലാക്കിന്ന ഹാ ഉലായി, പക്ഷേ ഈ കൂട്ടരുണ്ട്, ഈ ഔലിയാക്കളൊക്കെ ലഹും മക്കാനത്തും എന്തല്ലാഹ്, അള്ളാഹിൻ്റെ അടുത്ത് പദവിയുണ്ട്. ഓ നുരീദ് മിന്നും ഐ യഷ്ഫഉ ലനാ എന്തല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഫയദ്ബഹൂന ലിൽ ഔലിയാഇ വസ്സാലിഹീൻ വൽ അശ്ജാരി വൽ അഹ്ജാരി വയസ്തഗീസൂന ബിഹിം വയസ്രിഫൂന ലഹും അൻബഅൽ ഇബാദ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഔലിയാക്കൾക്ക് വേണ്ടി, സ്വാലിഹ്യങ്ങൾക്ക് വേണ്ടി, മരങ്ങൾക്ക് വേണ്ടി, അതേപോലെ ഹജറുകൾ, കല്ലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു? അറക്കുന്നു. വയസ്തഗീസൂന ബിഹിം, അവരോട് സഹായം തേടുന്നു, ഇസ്തിആസ നടത്തുന്നു. വയസ്രിഫൂന ലഹും അൻബഅൽ ഇബാദ, ഇബാദത്തിൻ്റെ ഇനങ്ങൾ അവർക്ക് വേണ്ടി അർപ്പിക്കുന്നു. ഫൈദ അങ്കറ അലൈഹിം ഖാലു, അത് നമ്മൾ അവർക്ക് നിഷേധിച്ചാൽ, നിരാകരിച്ചാൽ എന്ത് പറയും? മിൻ ദാലിക ഹുവ ശഫാഅത്ത് ഫഖത്ത്, ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഉദ്ദേശ്യമെന്ന് പറയുന്നത് ഷഫാഅത്ത് മാത്രമാണ്. ഫബയ്യന അല്ലാഹു അന്ന ദാലിക ഹുവ ഷിർക്ക്, എന്നാൽ ആ ഷിർക്ക്, ആ ഷഫാഅത്ത് ഷിർക്കാന്ന് നബി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. വ അന്ന തിൽക ഹിയ ഇബാദത്തു ഗൈരില്ലാഹ്, അത് അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്താണെന്ന് അള്ളാഹു വ്യക്തമാക്കി. ഫഖാല അല്ലാഹു തആല പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. വയഅ്ബുദൂന, അവർ ഇബാദത്ത് ചെയ്യുന്നു, മിൻ ദൂനില്ലാഹി, അല്ലാഹുവിനെ കൂടാതെ, മാ ലാ യദുർറുഹും, അവർക്കൊരു ഉപദ്രവം ചെയ്യാത്തതിനെ, വലാ യൻഫഉഹും, അവർക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റാത്തതിനെ, വയഖൂലൂന, എന്നിട്ട് അവർ പറയും, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകരാണ് എന്ന് പറയും. റാസി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ കാണാം, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുശ്രിക്കുകൾ പണ്ട് കാലത്ത് ചെയ്തിരുന്ന ഷിർക്ക് പല ഇനങ്ങൾ, 5-6 ഇനങ്ങൾ പറഞ്ഞിട്ട് അതിൽ 4ാമത്തെ ഇനം എന്ന് പറഞ്ഞിട്ട് അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ ഒക്കെ കബറിൻ്റെ അടുത്ത് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് അവരോട് തേടുക. അപ്പോൾ ആ കബറിൽ കിടക്കുന്ന ആളുകൾ അവരെ താലീം ചെയ്യുക, ആ കബറിൽ കിടക്കുന്നവർ ഇവരുടെ കാര്യം സാധിച്ചു കൊടുക്കും എന്ന വിശ്വാസത്തിൽ. അതിന് സമാനമാണ് ഫി ഹാദ സമാൻ എന്ന് പറഞ്ഞാൽ, അതിന് സമാനമാണ് ഇക്കാലത്ത് അധികം ആളുകളും അല്ലെങ്കിൽ ധാരാളം ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മഹാത്മാക്കളുടെ, അമ്പിയാക്കളുടെ കബറിങ്ങ പോയിട്ട് അവരെ ആ കബറുകൾ താലീം ചെയ്യുന്നു, ആദരിക്കുന്നു. എന്നിട്ട് അവരുടെ വിശ്വാസം എന്താണ്? എന്ത് വിശ്വാസത്തിലാണ് ആ താലീം ചെയ്തത്? കബറാളികൾ, ആ മഹാന്മാർ, കബറിൽ കിടക്കുന്ന ആളുകൾ ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന വിശ്വാസത്തിൽ. ഇത് ആ മുശ്രിക്കുകൾ ചെയ്തിരുന്ന ആ ഷിർക്കിന് നളീറാണ്, സമാനമാണ് എന്ന് റാസി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് കാണാം. അപ്പോൾ കബറിങ്ങ് സുജൂദ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അവിടെ തിരിയും വിളക്കൊക്കെ കത്തിച്ചിട്ടോ, അവരോട് ഇസ്തിആസ നടത്തിയിട്ടോ, അങ്ങനെയൊക്കെയുള്ള താലീം ആകാം. അതൊക്കെ എന്താണ്? പാടില്ല എന്നർത്ഥം. അങ്ങനത്തെ ഒക്കെ ചെയ്താലും അതൊക്കെ ഷിർക്ക് തന്നെ ആ ഉദ്ദേശത്തിൽ. ഈ അത്തറഫു, അവർ സമ്മതിക്കുന്നു, അന്നഹും യഅ്ബുദൂനഹും, അപ്പം എന്താണ്? യാനി യഅ്ബുദൂനഹും മാ നഅ്ബുദുഹും, അവർ പറയുന്നത് ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നില്ല ഇതിന് വേണ്ടിയിട്ടല്ലാതെ. അപ്പോൾ അവർ സമ്മതിക്കുകയാണെന്ന്, അവർ ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ദർഗകളെ ഇബാദത്ത് ചെയ്യുന്നവർ, മക്കാമുകൾ, ദർഗകളിലുള്ളവരോട് തേടുന്നവർ, അവർ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു അംഗീകരിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് ഇബാദത്ത് തന്നെയാണ് എന്നതാണ്. മരിച്ചുപോയവരോട് ആവശ്യങ്ങൾ തേടുക, പൊറുക്കലിനെ തേടുക, മഴയെ തേടുക, സന്താനത്തെ തേടുക, ഇതൊക്കെ ഖബറിൻ്റെ അടുത്തിട്ട് ചെന്നിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അതൊക്കെ തനിച്ച ഷിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ്. ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കാൻ, ഒരു സാമീപ്യം സിദ്ധിക്കൽ, ഞങ്ങളെ അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ ഇബാദത്ത് ചെയ്യുന്നതെന്നാണ് മുശ്രിക്കുകൾ പറഞ്ഞത്. ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയം അള്ളാഹു അവർക്കിടയിൽ വിധിക്കും. ഫിമാ കാനൂ ഫിഹി യഖ്തലിഫൂൻ, അവർ വ്യത്യസ്ത അഭിപ്രായങ്ങളായ വിഷയത്തിൽ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, കളവ് പറയുന്നവനെ, കള്ളനെ, അതേപോലെ കഫാർ, സത്യനിഷേധി, അള്ളാഹു
ഹിദായത്തിലാക്കുന്നില്ല എന്ന്. സമ്മാ ഫിഅലഹും ഹാദാ കദിബ. അപ്പോൾ അവരുടെ ഈ പ്രവൃത്തി അള്ളാഹു കളവ് എന്ന് പറഞ്ഞു. വസമ്മാഹു കുഫ്റ, അതിനെ അള്ളാഹു കുഫ്റി എന്ന് പറഞ്ഞു. വലം തൻഫഅഹും ഇഅ്തിദാറതുഹും, അവരുടെ എക്സ്ക്യൂസ് അവർക്ക് ഉപകാരപ്പെടുക. അവർ പറയുന്നത് എന്താണ്? അള്ളാഹുലേക്ക് അടുപ്പിക്കാനാണ് നിങ്ങൾ ചെയ്തതെന്നല്ലേ. പക്ഷേ ആ എക്സ്ക്യൂസ് അള്ളാഹിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല. വദാലിക ലിഅന്നഹും ഖാസുൽ ഖാലിഖ സുബ്ഹാനഹു വതആല അലാ മുൽക്കി ദുനിയ, അവർ ദുനിയാവിലെ രാജാക്കന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഖിയാസാക്കി സമപ്പെടുത്തി, താരതമ്യപ്പെടുത്തി. ഫകമാ അന്നഹും മിൻ ആദതിഹിം അൻദ മുലൂക്കി ദുനിയ അന്നഹും യുവസ്സിതൂന അശ്ഫാഅ ബൈനഹും വബൈനൽ മുലൂക്കി ഫി ഖളാഇ ഹവായിജിഹിം. അപ്പോൾ അവരുടെ ആദത്ത് എന്താണ്? ദുനിയാവിലെ രാജാക്കന്മാരുടെ അടുത്ത് അവരുടെ ആദത്ത് പതിവെന്താ? അവർക്കും അവരുടെ രാജാക്കന്മാർക്കും ഇടയിൽ, ഭരണാധികാരികൾക്കും ഇടയിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി ഷാഫികളെ മധ്യവർത്തികളാക്കുന്നു. ഫി ഖളാഇ ഹവായിജിഹിം, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ. ഖാസുല്ലാഹ് ജല്ല വഅല ബിഖൽഖി, അള്ളാഹുവിനെ അവർ സൃഷ്ടിയുമായിട്ട് ഖിയാസാക്കി. ഇത്തഖദു ഇൻദല്ലാഹി ശുഫഅ, അള്ളാഹുവിൻ്റെ അടുക്കും അതേപോലെ അവർ ശുഫഅ എന്ന് നിശ്ചയിച്ചു. കമാ യത്തഖിദൂനഹും ഇൻദൽ മുലൂക്കി വറുഅസ, ഭരണാധികാരികളുടെ നേതാക്കന്മാരുടെ അടുത്ത് ശുപാർശകരെ നിശ്ചയിച്ചതുപോലെ. വഹദ ബാത്തിൽ, ഇത് ബാത്തിലാണ്, നിരർത്ഥകമാണ്. ലിഅൻഹു തസ്വിയത്തും ബൈനൽ ഖാലിഖി വൽ മഖ്ലൂഖ്, കാരണം ഇതെന്താണ്? സൃഷ്ടികർത്താവിനെയും സൃഷ്ടിയെയും പരസ്പരം സമപ്പെടുത്തല. ഫഇന്ന മുലൂക ദുനിയ ഔ സലാത്തിയ ദുനിയ ഔ റുഅസാ നാസ് ഫി ദുനിയ യഖ്ബലുന ശഫാഅത ലിഹാജതിഹിം ഇലാ ദാലിക്, കാരണം ദുനിയാവിലെ സുൽത്താൻമാർ അതേപോലെ ജനങ്ങളുടെ നേതാക്കന്മാർ അവരൊക്കെ ഷഫാഅത്ത് സ്വീകരിക്കുന്നത്, റെക്കമെൻഡേഷൻ സ്വീകരിക്കുന്നത് അവർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഈ സുൽത്താൻമാർക്ക്, ഭരണാധികാരികൾക്ക് തന്നെ ആവശ്യമുണ്ട്. ഈ ഒരാൾ പാർട്ടിക്കാരൻ ചെന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അത് തീരെ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ? അയാൾക്ക് പിന്നെയും പാർട്ടിക്കാരന് ആവശ്യമുണ്ട്. വദാലിക ലിഅന്നൽ മലിക അവി റഈസ, കാരണം രാജാവ് അല്ലെങ്കിൽ നേതാവ് അയാൾ ബിഹാജത്തിനില്ല അലൽ വുസറാ, മന്ത്രിമാരിലേക്ക് അയാൾ ആവശ്യക്കാരനാണ്. വൽ മുസ്തശാരിങ്ങൾ പറഞ്ഞാൽ ഷൂറ കൂടുന്ന ആൾക്കാർ, അതായത് ഷൂറ കൂടിയിട്ട് പിന്നെ മന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പിന്നെ രാജാവിനൊക്കെ ഉപദേശം കൊടുക്കുന്ന ഉപദേശികൾ. ഈ ഒയിനുഹൂരിൽ മുൽക്കി, ഭരണ നിർവഹണത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് അവരെ സഹായിക്കാൻ ഉസറാക്കൾ, മന്ത്രിമാർ അവർക്ക് ആവശ്യമാണ്. അപ്പോൾ മന്ത്രി ശുപാർശ ചെയ്യുമ്പോൾ പിന്നെ അത് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ഫലൗലം യഖ്ബൽ ഷഫാഅത്തുഹും ലനഫറു മിൻഹു, അപ്പോൾ മന്ത്രിയുടെ അല്ലെങ്കിൽ പാർട്ടിക്കാരൻ്റെയൊക്കെ ഷഫാഅത്ത് റെക്കമെൻഡ് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം? അവർ അകലും, ഭരണാധികാരിയിൽ നിന്ന് അകലും. വലം യുഈനുഹു, അവർ ഭരണാധികാരിയെ സഹായിക്കില്ല. വല്ലാഹു ജല്ല വഅല വനിയുൻ അൻ ഖൽഖി, എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം എന്താ? അള്ളാഹു അവന് പടപ്പുകളിൽ നിന്നൊക്കെ വനിയാണ്. അവന് ഇവിടെ ആരുടെ ആവശ്യമില്ല. ലൈസ ബിഹാജത്തിൻ ഇല അൻ യുഈനഹു അഹദുൻ, ആരും അള്ളാഹുവിനെ സഹായിക്കണം ഒരാവശ്യം അള്ളാഹുവിനില്ല. അള്ളാഹു മലക്കുകളെയൊക്കെ പല ഡ്യൂട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ മലക്കുകളില്ലെങ്കിൽ അള്ളാഹുവിന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ല, അള്ളാഹുവിൻ്റെ താല്പര്യപ്രകാരം അത് മലക്കുകളെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം. വൈലൻ മുലൂക്കുദ്ദുനിയ വസ്സലാത്തുൻ ലാ യഅലമുന അഹ്വാല റഅയ്യത്തി, അത് മാത്രമല്ല ദുനിയാവിലെ രാജാക്കന്മാർ, സുൽത്താൻമാർ, അവർക്ക് ഭരണാധികാരികൾ, അവർ റഅയ്യത്തിൻ്റെ പ്രജകളുടെ അഹ്വാല ഹാലുകൾ അറിയില്ല. ഫഹും ബിഹാജത്തിൻ ഇലാ ഹൗലായി ലിയുബല്ലിഗു ഹാജാത്തിൻ നാസി വഅഹ്വാലൻ നാസ്, ജനങ്ങളുടെ ഹാജത്തുകൾ, ആവശ്യങ്ങൾ, ഹാലുകൾ, അവസ്ഥകൾ എത്തിക്കാൻ അത് ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആളുകളിലേക്ക് അവർ ആവശ്യക്കാരാണ്. കാരണം ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നെ ഭരണാധികാരികൾക്ക് നേരിട്ട് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അത് ഈ റെക്കമെൻഡ് ചെയ്യുന്ന ആൾ മുഖേനയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അയാൾ അറിയുന്നത്. ഹാ ഉലാഇൽ വസാഇത്തു വശുഫാഅ ഫഇദാ ബല്ലഗഹും ഹാ ഉലാഇ അൽ വസാഇത്തു വശുഫാഅ. അപ്പോൾ ഈ മധ്യവർത്തികൾ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നവർ അവർ ഭരണാധികാരികളിലേക്ക് ഇത് എത്തിച്ചാൽ ഫഖദ് ബല്ലഗൂഹും മാലം യഅരിഫൂ മിൻ അഹ്വാലി റഅയ്യതിഹിം, അവർക്ക് അറിയാത്ത പ്രജകളുടെ അവസ്ഥകളെ അവർക്ക് പിന്നെ അപ്പോൾ ആണ് എത്തുന്നത്. അല്ലാഹു ജല്ല വഅല ഫഇന്നഹു യഅലമു കുല്ല ഷൈ, എന്നാൽ അള്ളാഹുവിൻ്റെ കാര്യം എങ്ങനെയാണ്? അല്ല, ഒരിക്കലുമല്ല. അള്ളാഹു എല്ലാ കാര്യവും അറിയുന്നു. ലാ തഖ്ഫാ അലൈഹി അഹ്വാലു ഇബാദിഹി, അവൻ്റെ അടിമകളുടെ അവസ്ഥകൾ അവനിൽ നിന്ന് ഗോപ്യമല്ല, മറഞ്ഞിരിക്കുന്നതല്ല. യഅലമുൽ മുഹ്താജീന വൽ മർദാ വൽ ഫഖറാ വഅസ്ഹാബുൽ ഹജാത്ത്, അവൻ ആവശ്യക്കാരുടെ ആവശ്യമറിയും, രോഗികളുടെ രോഗമറിയും, ഫഖറാക്കളുടെ ഫഖർ ദാരിദ്ര്യമറിയും, അതേപോലെ മറ്റെന്താവശ്യക്കാരുടെ. യഅലമു ദാലിക ബിദൂനി അൻ യുഖ്ബറഹു അഹദുൻ സുബ്ഹാനഹു വതആല, അവനോട് ആരും അത് അറിയിച്ചു കൊടുക്കാതെ തന്നെ അവന് അതറിയാം. അവൻ പരിശുദ്ധനാണ്, അത്യുന്നതനാണ്. ഫല യുഖാസുൽ ഖാലിഖു ബിൽ മഖ്ലൂഖ്, അപ്പോൾ
സൃഷ്ടികർത്താവിനെ അള്ളാഹുവിനെ അൽ ഖാലിഖിനെ മഖ്ലൂഖുമായി പടപ്പുമായി ഖിയാസാക്കാൻ പറ്റില്ല. വഅയ്ളൻ അൽ മുലൂക് വറുഅസാഉ ലൗ അലിമു ബി അഹ്വാലിൻ നാസ്, ഇനി ഭരണാധികാരികളും നേതാക്കളും അവർ ജനങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞാൽ ഫഇന്നഹും ഖദ് ലാ യലീനൂന ഇലൈഹി ലഹും, ഇനിയിപ്പോൾ അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ പ്രജകളുടെ ആവശ്യത്തിലേക്ക് അവർക്ക് ദയ തോന്നിക്കൊള്ളണമെന്നില്ല. വല യൽതഫിതൂന ഇലൈഹിം, അതിലേക്ക് തിരിഞ്ഞ് നോക്കിക്കൊള്ളണമെന്നില്ല. ലാക്കിൻ ഇദാ ജാഅഹും ഹൗലാഇൽ ഉസത്താഉ, പക്ഷേ ഈ മധ്യവർത്തികൾ ശുപാർശകർ അവർ പാർട്ടിക്കാരെക്കാൻ ചെല്ലുമ്പോൾ അപ്പം എന്താവും, അങ്ങനെ തക്കല്ലമു മാഹും, അവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്താണ്, ഉസിറു ഫിഹിം, അതിലവർ സ്വാധീനിക്കപ്പെടും. അപ്പോൾ ആ സ്വാധീനത്തിൽ അവർ ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നത്. ഫഖബിലു ഷഫാഅത്ത്, അങ്ങനെ അപ്പോൾ അവരെന്ത് ചെയ്യും, ഷഫാഅത്ത് സ്വീകരിക്കും. അമ്മ അല്ലാഹു ജല്ല വഅല, എന്നാൽ അല്ലാഹു ജല്ല വഅല ഫഇന്നഹു ലാ യുഅസ്സിറു അലൈഹി അഹദുൻ, ഒരാൾക്കും അള്ളാഹുവിനെ സ്വാധീനിക്കാൻ പറ്റില്ല. അല്ലാഹു ജല്ല വഅല യുരീദു റഹ്മ ലിഇബാദി, അള്ളാഹു അവൻ്റെ അടിമകൾക്ക് റഹ്മത്ത് ഉദ്ദേശിക്കുന്നു. വയുരീദുൽ മഗ്ഫിറത്ത് ഉദ്ദേശിക്കുന്നു, പൊറുക്കലിന്. വയുരീദു ഖളാ ഹാജാത്തിൻ നാസ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. വയഅതാഹും, അവർക്ക് നൽകണമെന്ന്. വരിസ്ഖഹും, അവരുടെ വിഭവങ്ങൾ. വഹുവ മുരീദു ലിദാലിക സുബ്ഹാനഹു വതആല ബിദൂനി അൻ യുഅസ്സിറ അലൈഹി അഹദുൻ, ഒരാളും അള്ളാഹുവിൽ സ്വാധീനിക്കാതെ തന്നെ അള്ളാഹു മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഫഫീഹി ഫർഖുൻ ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ് മിൻ ഹാദിഹിൽ വുജൂഹ്, അപ്പോൾ ഈ കാര്യത്തിലൊക്കെ, ഈ ഇനങ്ങളിലൊക്കെ, ഈ തരത്തിലൊക്കെ സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിൽ വ്യത്യാസം ഉണ്ട്. മിൻ നാഹിയത്തി അന്നല്ലാഹു ഗനിയ്യുൻ ലാ യഹ്താജു ഇലാ ഇആനത്തി ഷഫീ, ഒരു ശുപാർശകൻ്റെ സഹായമില്ലാതെ അള്ളാഹു ഗനിയാണ് എന്ന കാര്യം. വമിൻ നാഹിയത്തി അന്നല്ലാഹു അലീമുൻ ലാ യഹ്താജു ഇലാ ഇഖ്ബാരി ഷഫീ അൻ അഹ്വാലി ഖൽഖി, സൃഷ്ടികളുടെ അവസ്ഥകളെ സംബന്ധിച്ച്, അവൻ്റെ സൃഷ്ടികളുടെ അവസ്ഥകളെ സംബന്ധിച്ച് ഷഫീ ശുപാർശകൻ അറിയിച്ചു കൊടുക്കാൻ എന്നത് ആവശ്യമില്ലാത്ത വിധം അള്ളാഹു സർവജ്ഞനാണ്. ومن ناحية أن الله سبحانه وتعالى مريد للخير والرحمة لعباده وقضاء حوائجهم, അതേപോലെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നന്മ ഉദ്ദേശിക്കുകയാണ്, അവരുടെ ആവശ്യങ്ങൾ വീട്ടുന്നതിനും. ഇതാഹും ത്വലബു മിനല്ലാഹി ബിസ്ദിഖിൻ, അള്ളാഹുവിനോട് അവർ സത്യസന്ധമായിട്ട് ചോദിച്ചാൽ, തേടിയാൽ. വലജഉ ഇലൈഹി ബി ഇഖ്ലാസിൻ, ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോട് അവനിൽ അഭയം തേടിയാൽ. ഖളാ ഹവായിജുഹും, അവരുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ബിദൂനി അൻ യകൂന ഹുനാക വാസിത്തത്തുൻ, ഒരു മധ്യവർത്തിയും ഇല്ലാതെ. ഫതബയ്യന ലന, അപ്പോൾ നമുക്ക് വെളിപ്പെട്ടു വ്യക്തമായി. ഇതൻ, അപ്പോൾ അൽ ഫർഖു ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്, സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഫഗലിത്തൽ മുശ്രികൂന ഫീ ദാലിക, അപ്പോൾ ഈ വിഷയത്തിൽ മുശ്രിക്കുകൾക്ക് തെറ്റ് സംഭവിച്ചു. ഹൈസു സവ്വൗ അൽ ഖാലിഖ ബിൽ മഖ്ലൂഖ്, അവർ സൃഷ്ടികർത്താവിനെ സൃഷ്ടിയോട് സമപ്പെടുത്തി. വത്തഖദു ശുഫആ ഇൻദഹു, അവൻ്റെ അടുത്ത് ശുപാർശകരെ അവർ സ്വീകരിച്ചു. കമാ യത്തഖിദൂന ശുഫആ ഇൻദൽ മുലൂക്കി വറുഅസാ, ഭരണാധികാരികളുടെയും നേതാക്കളുടെയും അടുത്ത് ഷുഫാക്കളെ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരെ വെച്ചതുപോലെ. ഷഫാഅത്ത് ഫി കിതാബില്ലാഹി ജാഅത്ത് അലാ ഖിസ്മൈൻ, ഇനി അള്ളാഹുവിൻ്റെ കിതാബിൽ ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വന്നിട്ടുണ്ട്. ഖിസ്മുൻ മംഫിയൻ വ ഖിസ്മുൻ മുസ്ബത്തുൻ, നിരാകരിക്കപ്പെട്ട ഒന്ന് വിഭാഗം, സ്ഥിരപ്പെട്ട ഒരു ഖിസ്മും, സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, നിരാകരിക്കപ്പെട്ടത്. ഫൽ ഖിസ്മുൽ മംഫിയു, അപ്പോൾ നിരാകരിക്കപ്പെട്ട വിഭാഗം ഷഫാഅത്ത് ഹുവ ഷഫാഅത്തു ലത്തി തുത്ലബു മിൻ ഗൈരില്ലാഹ്, അള്ളാഹുവിനോട് അല്ലാതെ ചോദിക്കുന്ന ഷഫാഅത്ത്, ചോദിക്കപ്പെടുന്നത്. ഹാദിഹി ഷഫാഅത്തു മംഫിയ, ഇത് നിരോധിക്കപ്പെട്ടതാണ്. ലിഅന്ന ഷഫാഅത്ത മുൽക്കൻ ലില്ലാഹ്, ഇത് ഏത് തരം സൃഷ്ടികൾക്ക് പരസ്പരം സാധ്യമാകാവുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഷഫാഅത്ത് തേടാം. അതല്ല ഇവിടെ പറയുന്നത്, അല്ലാത്ത കാര്യങ്ങൾ, ദുആൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ വിഷയം. അപ്പോൾ ലാ തുത്ലബു ഇല്ലാ മിൻഹു, അപ്പോൾ അത് അവനിൽ നിന്നല്ലാതെ തേടപ്പെടുന്നത്. കദാലിക ഷഫാഅത്തു ലത്തി തുത്ലബു ഫീമൻ ലാ തുഖ്ബലു ഫീഹി, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടാത്ത വ്യക്തിയിൽ നിന്ന് ഷഫാഅത്ത്, അതെങ്ങനെ, വഹുൽ കാഫിർ, അവൻ കാഫിർ. ഫൽ കാഫിറു വൽ മുശ്രിക്കു ലാ തുഖ്ബലു ഫീഹി ഷഫാഅ, കാഫിർ മുശ്രിക്ക് ഇവർക്ക് വേണ്ടിയുള്ള ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതല്ല, പരലോകത്ത് സ്വീകരിക്കില്ലല്ലോ. മാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ഷഫീഅ യുതാ, അക്രമികൾക്ക്, ദുൽമ ചെയ്തവർക്ക്, അതായത് ഷിർക്ക് എന്ന ദുൽമ ചെയ്തവർക്ക് അവർക്കൊരു കൂട്ടുകാരൻ ഉണ്ടാവില്ല. അതേപോലെ കബൂൽ ചെയ്യപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു ശുപാർശകനും അവരുണ്ടായില്ല. വഖാല അല്ലാഹു തആല പറഞ്ഞു, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ യഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ൽ. എന്താണ് വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, യൗമൻ, ഒരു ദിവസത്തെ, ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ, ഒരു നഫ്സും മറ്റൊരു നഫ്സിൻ്റെ ജാസാത്ത് ആവില്ല,
എന്താണ് ഒരാ യുഖ്ബലു മിൻഹാ ഷഫാഅത്തുൻ, അവിടെ പോയിന്റ്. ഷഫാഅത്ത് അതിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല, ഒരാൾക്ക് വേണ്ടിയും ഷഫാഅത്ത് സ്വീകരിക്കപ്പെടില്ല. ഓ ഷഫാഅത്തുൽ മുസ്ബത്തത്തു, ഇനി സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, ഉള്ള ഷഫാഅത്ത് എന്താണ്? ഹിയല്ലത്തി തവഫറ ഫിഹാ അശ്ശർത്താൻ, അതിൽ 2 ഷർത്ത് പൂർത്തീകരിക്കണം. അശ്ശർത്തുൽ അവ്വൽ, ഒന്നാമത്തെ ഷർത്ത് എന്താണ്? അൻ തകൂന ഫീമൻ തുഖ്ബലു ഫീ ഷഫാഅ, ഷഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവൻ്റെ വിഷയത്തിലായിരിക്കണം ഷഫാഅത്ത്. വഹുവൽ മുഅ്മിൻ അൽ മുവഹ്ഹിദ് അല്ലദീ ഇൻദഹു ശൈഉൻ മിനൽ മഅസി ദൂന ശിർക്ക്, അവൻ എന്താണ്? സത്യവിശ്വാസിയാണ്, ഏകദൈവവിശ്വാസ തൗഹീദുള്ള ആളാണ്, പക്ഷേ ഷിർക്കല്ലാത്ത ചില പാപങ്ങൾ അവൻ്റെ അടുത്തുണ്ട്, വന്നിട്ടുണ്ട്. ഫഹാദാ തുഖ്ബലു ഫീഹി ഷഫാഅത്ത് ബിഇദ്നില്ലാഹ്, അവൻ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ഇവൻ്റെ വിഷയത്തിൽ ഷഫാഅത്ത് സ്വീകരിക്കപ്പെടും. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവൻ്റെ അനുമതി ഇല്ലാതെ ഷഫാഅത്ത് ചെയ്യാൻ, അവൻ്റെ അടുത്ത് ഷഫാഅത്ത് ചെയ്യാൻ ആരുണ്ട്? ഹാദ ഷർത്തു അൽ അവ്വൽ, ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. വശർത്തു സാനി, രണ്ടാമത്തെ ഷർത്ത്, വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതദ, അവന് തൃപ്തിപ്പെട്ടവർക്കല്ലാതെ ഷഫാഅത്ത് ചെയ്യൂല. വഹും അഹ്ലുൽ ഈമാൻ, അതാരാണ്? ഈമാൻ്റെ ആൾക്കാർ. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വകം മിൻ മലകിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ഷഫാഅത്തുഹും ഷൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, എന്താണ്? ആകാശലോകത്ത് എത്ര മലക്കുകളുണ്ട്, അവരുടെ ഷഫാഅത്തൊന്നും ആർക്കും ഉപകരിക്കൂല, എങ്ങനെയല്ലാതെ? ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അള്ളാഹു അനുമതി നൽകിയ ശേഷമല്ലാതെ. ഹാദ ഷർത്തുൽ അവ്വൽ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഷർത്ത്. വയർദാ, ഹാദാ ഹുവ ഷർത്ത് സാനി, ഇതാണ് രണ്ടാമത്തെ ഷർത്ത്. എന്താണ്? അള്ളാഹു തൃപ്തിപ്പെട്ടവർക്ക് മാത്രമാണ് ഷഫാഅത്ത് കിട്ടുക എന്നത്.